സുഹൃത്തുക്കളെ, ഇന്ന് ഞായറാഴ്ചയാണ് ദിവസം. നമ്മൾ സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് കാണാൻ വേണ്ടി പോവാണ്. പാലാമട പള്ളീൻ്റെ അവിടുന്ന് അങ്ങോട്ട് ആണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ വണ്ടികൾ കാണുന്നുണ്ട്. എന്താണ് ഇന്നത്തെ കണ്ടീഷൻ എന്ന് നോക്കാം. നല്ല തിരക്കുണ്ടെന്നൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ വണ്ടികളൊക്കെ പാർക്കിങ്ങിലാണ്. വലിയ കുഴപ്പമില്ലാത്ത തിരക്കുണ്ടെന്ന് തോന്നുന്നത്. സൂര്യകാന്തി തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നിറച്ച് ജനങ്ങളുണ്ട്. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ രാജുവേട്ടൻ തവില്ലേ. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. രണ്ട് ഭാഗവും മോട്ടോർ സൈക്കിളും കാറും. അവിടെ ജാമായല്ലടാ. ജാമായോ? പാർക്കിംഗ് ഏരിയ ഉണ്ട്. പൂന്തോട്ടത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അതൊക്കെ ഫുള്ളായി കിടക്കുകയാണെന്നാണ് കേട്ടത് കേട്ടോ. ഫുള്ളായിട്ടില്ല, എന്നാലും തിരക്കുണ്ട്. ഫുള്ളായി നാരോ ഒരാളെ നമ്മളെ വെറുതെ തോന്നാറുണ്ടോ. ഇതാണ് ഇതിൻ്റെ പാർക്കിങ്. ഇവിടെയാണ് പാർക്കിങ്. പൂന്തോട്ടം കഴിഞ്ഞൊരു ലേശം മുന്നോട്ട് പോകുന്ന ആ ഇടത് ഭാഗത്താണ് പാർക്കിംഗ് ഉള്ളത്. കാർ പാർക്കിങ്ങിന് 20 രൂപ, ബൈക്ക് പാർക്ക് ചെയ്യാൻ 10 രൂപ. ഇതാണ് പാർക്കിങ്. പാർക്കിംഗ് ഒക്കെ ഏകദേശം തിരക്കുണ്ട്. പൂന്തോട്ടം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്ക് വരുന്നത്. ഇതാരാണ്? മേൽനോട്ടക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ശരി, അപ്പോൾ പാർക്കിങ്ങും കൂടെയൊക്കെ വണ്ടികളായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിലും പൂന്തോട്ടവും ആളും പാളവും തിരക്കും തിക്കും തിരക്കും എന്താണ് ജാമും ഒക്കെ ആയി. ബൈക്കിന് 10 അല്ലേ? പൈസ കൊടുക്കാതെ കയറാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. എന്നും വരുമ്പോൾ പൈസ ആണോ? പാർക്കിംഗ് എന്നുള്ള എൻട്രൻസ് ഇതാണ്. അതേപോലെ ഇന്നത്തെ പൂന്തോട്ടത്തിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കാണാൻ വേണ്ടി കയറിയതാണ് നമ്മൾ. മല്ലികയൊക്കെ പൂത്ത് വിടർന്ന് നിൽക്കുകയാണ്. എല്ലാ മല്ലികയിലും പൂവായിട്ടുണ്ട്. നമ്മൾ 4 ദിവസം മുന്നേ വിട്ട മാതിരിയല്ല. ഇവിടെ ജമന്തി ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ പൂവായിട്ടില്ല. പൂവായിക്കൊണ്ടിരിക്കണുള്ളൂ. ജമന്തി പലവിധ ജമന്തികളാട്ടോ. ഇതാണോ മഞ്ഞ, അതുപോലെ ഇവിടെ ഒരു റെഡ് അല്ലതെന്താ മെറൂണോ, ഏതായാലും പലവിധ കളറിലുള്ള ജമന്തികളുണ്ട്. ഇന്ന് ഏതായാലും ജനങ്ങളുണ്ട്, നല്ല ജനങ്ങളുണ്ട്. പൂന്തോട്ടം നിറയെ ജനങ്ങളാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിംഗ് ഒക്കെ ഫുള്ളായിട്ടുണ്ട്. ഇതൊക്കെ മല്ലിക പൂവുകളൊക്കെ റെഡിയാണ്. നമ്മൾ സൂര്യകാന്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇവിടെ മല്ലികയാണ്. നമ്മൾ ഇടത്തെ ഭാഗത്ത് കൂടെ ഉള്ള ഭാഗത്തുനിന്ന് കയറിയത്. അപ്പോൾ കണ്ടോ, ആദ്യം വിരിഞ്ഞ മല്ലികയാണിത്. അതിൻ്റെ തന്നെ ചൊറുക്കണ്ടോ ഇവരാടാ. പക്ഷെ വീഡിയോ എടുത്ത് കാണേ. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒരു ഭാഗം ഇനി വിരിയാൻ ബാക്കിയുണ്ട്. മെയിൻ എൻട്രൻസ് ഇങ്ങനത്തെ കുറേ മല്ലിക വിരിയാൻ ബാക്കിയുണ്ട്. അതും ഒരാഴ്ച കൊണ്ട് കൂടിയൊക്കെ വിരിയും. ഏകദേശം ഇല്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇല്ല ഞാൻ കണ്ടിട്ടില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. തുടങ്ങിയിട്ട് കാണാം. തുടങ്ങിയിട്ട് ഇന്നാണ് ഇത്ര തിരക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഹനാന് ഇന്നലെ വന്നുകൊണ്ട് ഹനാൻ ഷാൻ്റെ ഒരു വീഡിയോ ഒക്കെ പോയതാണ്. പിന്നെ സ്റ്റോറീസ് ഓഫ് വണ്ടൂരിൻ്റെ വീഡിയോസും പോയിട്ടുണ്ട്. അവരൊക്കെ വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഹനാൻ്റെ വീഡിയോ ഏകദേശം 3 ലക്ഷത്തോളം ആളുകൾ കാഴ്ചക്കാരുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പൂന്തോട്ടം ഫുള്ളാണെന്ന്. ഇതിലെത്ര ആളുകൾ വന്നാലും ഫുള്ളായി തിരക്കൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ പോലെ. പൂന്തോട്ടത്തിൻ്റെ നടുകൂടെ ആളുകളാണ്. സൂര്യകാന്തിൻ്റെ ഉള്ളിൽ കൂടെ ആളുകളുണ്ട്. അവിടെയൊക്കെ ഉണ്ടോ, ഉള്ളിൽ കൂടെ ആളുകളുണ്ട്. നമ്മളിവിടുത്തെ തിരക്ക് മാത്രം ഒന്ന് വീഡിയോയിൽ പകർത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം. കയറിയോ? ആണോ, എല്ലാ ഭാഗത്തും കൂടെ ആളുകളുണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള നമ്മൾ ഇന്നാൾ കാണാത്തൊരു സാധനം ഉണ്ട്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള അതൊന്ന് പോയി നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതിൻ്റെ എൻഡിലെത്തിട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ചാടാനുള്ള ഇത്. ഇവിടെ ചെറിയൊരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. കുട്ടികൾക്ക് തന്നെ ചെറിയ കുട്ടികൾക്കുള്ള
അവിടെ ഇങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാമുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് കബീറാക്ക. അതിപ്പോൾ പൊളിഞ്ഞോടാവോ? അതിപ്പോൾ അത്രയും കുട്ടികൾ ചാടിക്കാണ്ട് ഇപ്പോൾ പൊട്ടിച്ച് പൊളിഞ്ഞോടാവോ? ഭയങ്കര ഷട്ടം ചാടിക്കാണ്ട്. ഏതായാലും ഇതാണ് പൂന്തോട്ടത്തിൻ്റെ ഞായറാഴ്ചത്തെ പരിപാടി. സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇന്ന്. ഇതേപോലെ ഒരു 10 ആൾ കയറിയാൽ നമ്മുടെ മുതലാളി ഒന്ന് രക്ഷപ്പെടും. 2-3 ദിവസം മുന്നേ ഒരു 26-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസത്തിൻ്റെ ഇടയിൽ നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നതൊക്കെ സെറ്റായി. സംഭവം ഓക്കെയാണ്. അതാണ് ഇന്നത്തെ മുന്നോട്ടം. അതവിടെ നമ്മളൊരു ക്ലാസ്മേറ്റ്സിനെ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ എങ്ങനെ തണ്ണിമത്തൻ ഭാഗത്ത് കൂടെ പോയി നോക്കാം. വണ്ടൂർ സ്റ്റോറീസ് ഓഫ് വണ്ടൂർ. ഇതാണ് സ്റ്റോറീസ് ഓഫ് വണ്ടൂരിൻ്റെ ആളാണ്. അവന് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണം. ഇതൊക്കെ ജനങ്ങളുണ്ട് കേട്ടോ. അതുണ്ടാണ്ട് സംഭവം പൂന്തോട്ടം നിറച്ച് മനുഷ്യന്മാര്. പൂന്തോട്ടം നിറച്ച ആളുകളായി. ഇന്ന് ഏതായാലും കാണാൻ മാത്രമുണ്ട്. നമുക്ക് വത്തക്കൻ്റെ ഏരിയയിലും കൂടി ഒന്ന് പോയി നോക്കാം. അവിടെ കൂടി ഒന്ന് പോയിട്ട് എന്താണ് അവിടുത്തെ ഒരു കണ്ടീഷൻ നോക്കാം. വത്തക്ക വിൽപ്പന ഉണ്ട് ഇവിടെ. അവിടെ കൂടി ഒന്ന് നോക്കാം നമുക്ക്. ഇത് പച്ചക്കറി മേഖലയാണ്. എന്താണെന്ന് വെച്ചാൽ ചീര കൃഷിയാണ്. ചീര ഇവിടെ വിൽപ്പന ഉണ്ട്. അതോടൊപ്പം ഇത് വത്തക്കുള്ള തിരക്കാണ്. വത്തക്ക വാങ്ങാനുള്ള തിരക്കാണത്. വത്തക്ക സ്പോട്ടിൽ മുറിച്ചു കൊടുക്കുന്നുണ്ട്, തിന്നാൻ കൊടുക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, കൊണ്ടുപോകാൻ കൊടുക്കുന്നുണ്ട്. എല്ലാ പരിപാടികളുണ്ട്. ആണ് വത്തക്ക കൊണ്ടൊന്നും കിട്ടിയിട്ടുണ്ടല്ലേ. ഇത് ചീര കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വത്തക്കയിൽ കൂടെ ഒക്കെ ആളുണ്ട് കേട്ടോ. ചീര കൃഷിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വത്തക്ക കൃഷിയിലേക്ക് പോകും. വത്തക്ക പറയും നടക്കുന്നുണ്ട്, കാഴ്ചയും നടക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ വിൽപ്പനയും നടക്കുന്നുണ്ട്. ഇത് ഹനാനും ടീമും വന്നുകൊണ്ട് വീഡിയോ വൈറലാക്കിയതോടുകൂടി ആളുകളുടെ തിരക്കായി. അതാണ് വത്തക്കൻ്റെ വത്തക്ക പറിക്കണുണ്ട് അവിടെ. അതൊന്ന് പോയി നമുക്ക് പറിക്കണത്. വത്തക്കൊക്കെ ഉണ്ടല്ലേ. വത്തക്കൊക്കെ സെറ്റായി വിളഞ്ഞ് നിൽക്കണം. ആളുകളാണ് ഇതിലൊക്കെ. നമ്മൾ മിനിഞ്ഞാന്ന് വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ മാത്രമേ വത്തക്ക ഇവിടെ ഉണ്ട്. ഒരു 3 കളറിലാണ് ഇതിൽ വത്തക്കുള്ളത്. ഒന്ന് റെഡ്, ഒന്ന് യെല്ലോ, പിന്നെ ഒന്ന് ഓറഞ്ച്. നമുക്ക് ഈ ഭാഗത്തുള്ള വത്തക്കളൊക്കെ നാടൻ ടൈപ്പ് ഓഫ് വത്തക്കയാണ്. ഇത് യെല്ലോ ആണ് കേട്ടോ. ഇതിങ്ങനെ ഇത്രയും ഭാഗം നമ്മളിപ്പോൾ പോയിട്ട് കാര്യമില്ല. ഒരു പറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വത്തക്കത്തോട്ടത്തിൻ്റെ കാര്യം. ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെയൊക്കെ. വത്തക്കൊക്കെ മൂത്ത് വിളഞ്ഞ് കിടക്കണം. ഇതിങ്ങനെ പറിച്ചിങ്ങനെ വിറ്റാൽ മതി ഇവർക്ക്. പ്രത്യേകിച്ച് സമയം കറക്റ്റാണ്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ നോമ്പല്ലേ. 15 ദിവസം കൂടി കഴിഞ്ഞാൽ ആളുകളുണ്ട്. ഫുൾ ആളുകളാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു മല്ലിക ചെടി തൈ വിൽക്കുന്നുണ്ട്. ഇത് വിൽക്കാനുള്ളതാ? ആഹാ, മല്ലിക ചെടി വിൽപ്പനയുണ്ട് ഇവിടെ. കുട്ടിയിലൊക്കെ ഉണ്ട്. കുട്ടിയിലൊക്കെ മല്ലിക ചെടി തൈയുണ്ട്. നമ്മളെ പൂക്കളൊക്കെ സെറ്റാണ്.
വത്തക്ക കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വത്തക്ക കച്ചവടം നടക്കുന്നുണ്ട്, പൂ കച്ചവടം നടക്കുന്നുണ്ട്, അല്ല തൈ കച്ചവടം നടക്കുന്നുണ്ട്. അതേപോലെ കാഴ്ചക്കാരും നല്ലോണം ഉണ്ട്. എല്ലാം കൊണ്ടും ഓക്കെയാണ്. പൂക്കൃഷി വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ നിറയെ ജനങ്ങൾ. പൂന്തോട്ടത്തിൻ്റെ നടുവ് കൂടെ ഇറക്കണം. മുല്ലപ്പൂവിൻ്റെ മല്ലികപ്പൂവിൻ്റെ സെൻറ്റർ കൂടെ നടക്കുക. ഇത് വേറൊരു വൈബാണ്. നല്ല മണം ഇട്ടത്, നല്ല സ്മെല്ലുള്ള മല്ലികപ്പൂ. ഈ വെച്ച ബാഗൊക്കെ ഓർമ്മ വേണം കേട്ടോ. അപ്പം അങ്ങനെ പാലാമ്പടവും വൈറലായി മക്കളെ. ഇനി ഇവിടെ ജമന്തി വിരിഞ്ഞിട്ടുണ്ട്. ജമന്തി വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ കുറച്ച്. ഇവിടെ പോയേക്കാം, ജമന്തി വിരിഞ്ഞിട്ട് നിന്ന് പോയത് സെൻറ്ററിലാണ് വിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ വൈറ്റ് കളറിൽ ജമന്തി വിരിയുന്നുണ്ട്. ഇവിടെ ഒരു റെഡ് കളറിലും വിരിയുന്നുണ്ട്. അതിനുള്ളൂ. പിന്നെ ഒരു മെറൂൺ കളർ ഇവിടെ വിരിയാനായി കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഉണ്ട് രണ്ടെണ്ണം, ഇവിടെ ഉണ്ടൊന്ന്. ഇതാണ് ജമന്തിൻ്റെ ഉള്ളു. ജമന്തി വരുന്നുള്ളൂ, വന്നിട്ട് ആയിട്ടില്ല ജമന്തി. ഏതായാലും ജനങ്ങൾ ഏറ്റെടുത്തു നമ്മളെ പൂന്തോട്ടം. പാലാമ്പലത്തിൻ്റെ സ്വന്തം പൂന്തോട്ടം ജനങ്ങൾ ഏറ്റെടുത്തു. ക്യാഷ് കൗണ്ടറിൽ നമ്മളെ ചെക്കന്മാരായതുകൊണ്ട് നല്ല സുഖമായി. ക്യാഷ് കൗണ്ടറിലെത്തി നമ്മൾ, ടിക്കറ്റ് കൗണ്ടറിലെത്തി നമ്മൾ. അവിടെ അപ്പുറത്ത് ടിക്കറ്റൊക്കെ കഴിഞ്ഞു പോയി. അവിടെ ആകെ ഇതായി. നമ്മളെ കക്കരി വലിയതായല്ലോ. കക്കരി റെഡി ആയി കൊടുക്കുന്നുണ്ടല്ലേ. പൈസ ആകണ്ടേ? ടിക്കറ്റിന്റെ ഇത് കഴിഞ്ഞു പറഞ്ഞു. ടിക്കറ്റിന്റെ കൂപ്പൺ കഴിഞ്ഞു. അത് കഴിയാനായോ? നാളായില്ലേ? നാളായി. അല്ല ഹനാന്റെ വീഡിയോ നല്ല പോയി. 3 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിരിക്കണം ഹനാന്റെ വീഡിയോ. അപ്പൊ നമ്മളിഞ്ഞ് പുറത്തിറങ്ങാണ്. സ്വത്തയാ പോയി. പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. പൂന്തോട്ടം കഴിഞ്ഞാൽ നമ്മൾ വല്ല ഇതിലങ്ങനെ ഈ മല്ലികത്തോട്ടത്തിൻ്റെ നടുവ് കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം. നല്ല വിരിഞ്ഞ് നിൽക്കണ പൂവുണ്ട്. ആ വിരിഞ്ഞ് നിൽക്കണ പൂവിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയിട്ട് നമ്മൾ എല്ലാം പുറത്തേക്ക് ഇറങ്ങാം. നമ്മൾ ഇന്നത്തെ തോട്ടത്തിൻ്റെ ഒരു ജനങ്ങളുടെ ഒരു വൈബ് അറിയാമെന്നുള്ള ലക്ഷ്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയാണ്. ഇവിടെ അങ്ങനെ പൂന്തോട്ടം. ഇതാണ് മല്ലിക, ഫസ്റ്റ് വിരിഞ്ഞ മല്ലിക. നമ്മളെ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാം ഫസ്റ്റ് വിരിഞ്ഞ മല്ലിക ഇതാണ്. ഈ മല്ലികയൊക്കെ എപ്പോഴും കണ്ടോ ഇവിടെ ചുറുക്കിൽ നിൽക്കണം. സംഭവം അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും. നാട്ടിലൊരു തിക്കും തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു വേറെ രസമാണല്ലോ. പൂവൊക്കെ ചുറുക്കിൻ്റെ ഒരു കട്ട. നമ്മളിവിടുന്ന് ഫോട്ടോ ഒക്കെ കേട്ടോ, നമ്മളെ തമ്പിനയിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോ. അതെ ഇതെടുക്കണ്ടേ. സൂര്യകാന്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാം. തമ്പനയിലേക്ക് ആവശ്യമായ 2 ഫോട്ടോസ് കൂടി എടുത്തിട്ട് നമ്മൾ തോട്ടത്തിൽ നിന്നും വിട പറയാം. അപ്പുറത്തും നിറക്കാം. ഞാനേ ഇന്നത്തെ തിരക്കൊന്ന് ചിത്രീകരിക്കാമെന്ന് കരുതി ഇറങ്ങിയ.
തിരക്ക് തന്നെയാണ് കേട്ടോ. ഗേറ്റിങ്ങിൽ ആളുകൾ ഇപ്പോഴും കയറാൻ വേണ്ടിയാണ്ടുള്ള തിരക്ക് തന്നെയാണ്. തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൗണ്ടറിൽ നല്ല തിരക്കാണ് കൗണ്ടറിൽ. ഞങ്ങളിപ്പോഴും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയതോടുകൂടി മുന്നിറാക്കാൻ എന്തോ തൊള്ളാട്ടി കൊടുക്കുന്നുണ്ട്. എന്താണ് എന്ത് വീഡിയോ എടുത്തിയാണ് എന്നാളുണ്ട്. അച്ഛങ്ങ വിജയിക്കട്ടെ. ആദ്യത്തെ 2-3-4 ദിവസമേ ഒന്ന് ബേജാറായി. അറിഞ്ഞു ആ ഹനാന്റെ ഇന്നലത്തെ വീഡിയോ നല്ല പോകുക. 3 ലക്ഷത്തിന് മേലെ ആൾക്കാർ കണ്ട വീഡിയോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ പൂന്തോട്ടത്തിൻ്റെ കാഴ്ചപ്പാട്. ഇന്നത്തെ പൂന്തോട്ടത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഞങ്ങൾ കുട്ടികളെ കച്ചവടം ഇവിടെ തെക്കത്തേക്ക് നടക്കുന്നുണ്ട്. കച്ചവടക്കാരുണ്ട് ഇവിടെ. വണ്ടികളൊക്കെ ഓക്കെ ശരി ബൈ ബൈ. സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾക്ക് രസം കാട്ടിത്തരാം. നമ്മളെ പൂന്തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ പൂന്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ചായ പീടിയക്കാരുണ്ട്. ഒരു പീടിയ കച്ചവടം നടത്തുന്ന കുറച്ച് ഹമുക്കുകൾ നമ്മളെ കുഞ്ഞാപ്പ് വരുന്നുണ്ട്. ആ ഹമുക്കുകൾ കാട്ടുന്ന പണി എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഇപ്പം കാട്ടിത്തരാം. ഓക്കെയാണ് കജ്ജ് തുടക്കാൻ വേണ്ടിയാണ് വെച്ച പേപ്പറാണത്. ഈ പേപ്പറിൽ നിൽക്കുന്ന ഈ ഫോട്ടോത്തിലുള്ളത് ഞാൻ തന്നെയാണ്. ഇവര് എന്തൊക്കെ കാട്ടണം നോക്കിയാണ് ഇവര് കളിച്ചിന കളി ഇന്നെ ഫേമസ് ആക്കുകയാണ് പറഞ്ഞാണ്ട് ഇന്റെ ഫോട്ടോ ഉള്ള സകല പേപ്പറും പുറത്തുകൊണ്ടെന്നാണ്ട് ഏതൂന് ഞാനിവിടെ തെരഞ്ഞെടുപ്പിലൊന്ന് വെറുതെ ഒന്ന് മത്സരിച്ചിരുന്നു. അന്നുണ്ടാക്കിയ നോട്ടീസാണ് കുറേ ബാക്കിയായി. ആ നോട്ടീസ് കുരിപ്പുകൾ നടുമുറിച്ച് കൊണ്ടുവന്നാണ് കജ്ജ് വെക്കാൻ വെച്ചേക്ക. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഈ ഹലാലാണ്. പോർച്ചുഗൽ സർപ്പൂന്റെ മൂത്ത പുത്രൻ, അതോടൊപ്പം കേവിന്റെ മൂത്ത പുത്രൻ. ചെക്കന്മാരെ കടയാണത്. അപ്പം അങ്ങനെ ഒരു പരിപാടി കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയിക്കണം.